നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ആദരണീയനായ കേരള മുഖ്യമന്ത്രി നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് പിണറായി വിജയന് ഇപ്പോൾ എത്ര ഉപദേശകരുണ്ടെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കും അറിയില്ല. എൻ്റെ ഒരു ഉപദേശമാണ് പ്രിയപ്പെട്ട പിണറായി, താങ്കൾക്ക് ഇപ്പോൾ എത്ര ഉപദേശകരുണ്ടെങ്കിലും താങ്കൾ ഒരു ഉപദേശകനെ കൂടെ കൂട്ടത്തിൽ കൂട്ടണം പിണറായി. മറ്റാരുമല്ല, കാണിപ്പയ്യൂർ എന്ന കണിയാനെ ഭാവി അറിയാൻ മാത്രമല്ല കേട്ടോ, വർത്തമാനം മാത്രം അറിയാനാണ്. ഇപ്പോൾ ഈ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് വേർതിരിച്ചറിയാൻ ആർക്കും ഒരു നിശ്ചയം ഇല്ലെന്ന് പറഞ്ഞതുപോലെ ആയല്ലോ കാര്യങ്ങൾ പിണറായി. WCCയിൽ നിന്നും കൊക്കും ചിറകും മുട്ടി ഉരുമിയിരുന്ന ഓമനകൾ പരസ്പരം കൊത്തിപ്പിരിയുന്നു. എന്താ അല്ലേ? കേരള രാഷ്ട്രീയത്തിലെ ഒരു ഓമനക്കൂട്ടമായിരുന്നു ADGP അജിത് കുമാർ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി, പിന്നെ PV അൻവർ. കേരള രാഷ്ട്രീയത്തിലെ എന്ന് ഞാൻ ഇച്ചിരി വിശാലമായ അർത്ഥത്തിൽ പറഞ്ഞാണ് കേട്ടോ. കുറച്ച് ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഈ മൂന്ന് പേരും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓമനക്കുട്ടന്മാരാണ്. ആവശ്യത്തിൽ കൂടുതൽ കരുതലും കാരുണ്യവും വഴിവിട്ട സ്നേഹ പരിലാലനകളും കൊടുത്ത് സഖാവ് താലോലിച്ചു പോന്ന ഓമനക്കുട്ടന്മാർ. ഈ വഴിവിട്ട പരിലാളനങ്ങളിൽ പാർട്ടിയിൽ നിന്ന് തന്നെ പലപ്പോഴും പരിധി വിട്ട പരാതികൾ ഉയർന്നിരുന്നു. പിണറായി ആ പരാതികൾ കേട്ടില്ലെന്ന് കണ്ടില്ലെന്നടിച്ചു. പരാതി അടക്കമായി പറഞ്ഞുകൊണ്ട് നടന്നവർ പിണറായിയെ കാണുമ്പോൾ ആ അടക്കം പറച്ചിലും ഒതുക്കി. അപ്പോഴാണ് പിണറായിയുടെ മൂന്ന് ഓമനക്കുട്ടന്മാരിൽ ഒരു ഓമന PV അൻവർ തൻ്റെ കൂടെയുള്ള മറ്റ് രണ്ട് ഓമനകൾക്കും എതിരെ അണുബോംബ് വർഷിക്കുന്നത്. അല്ലേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ? സ്ഫോടനവും കേട്ട് ആദ്യം ഞെട്ടിയത് നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി പോലും ഇല്ലാത്ത നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു. PV അൻവറാണോ താനാണോ പ്രതിപക്ഷ നേതാവ് എന്ന് സതീശൻ സത്യത്തിൽ ഒന്ന് സംശയിച്ചു പോയി. ഏതായാലും ആ സംശയം മാറും മുൻപേ VD സതീശൻ പതിവ് പോലെ ഒന്നുകൂടി ആടി. അതെ, പതിവ് പോലെ തന്നെ മുഖ്യമന്ത്രി രാജിവെക്കുക. സതീശൻ ഞെട്ടിയതിന് പിറകെ കേരളം മുഴുവൻ ഞെട്ടി. കേരളം ഞെട്ടിയ കൂട്ടത്തിൽ മുഖ്യമന്ത്രിയും ഞെട്ടിക്കാണും, കൂട്ടത്തിൽ പൊതുമരാമത്ത് മന്ത്രിയും ഞെട്ടിക്കാണും. ആകെ ജഗപുക. ചാനലിലും ചർച്ചാ തൊഴിലാളികൾക്കും ഒരു നിശ്ചയമില്ല. അൻവർ ആരുടെ നേരെയാണ് നിറയൊഴിച്ചിരിക്കുന്നത്? അൻവർ ആരെയാണ് ഉന്നം വെക്കുന്നത്? അൻവർ തോക്ക് ചൂണ്ടിയിരിക്കുന്നത് ADGP അജിത് കുമാറിന് നേരെയാണെങ്കിലും അൻവർ വെടിപൊട്ടിച്ചിരിക്കുന്നത് അജിത് കുമാറിന്റെ നെഞ്ചിനു നേരെയാണെങ്കിലും നാലാൾ കാണാത്ത ഒരു ലക്ഷ്യം അൻവറിനുണ്ടോ എന്ന് ഉണ്ടാവും എന്നാണ് കേരളത്തിലെ പ്രമുഖ ചർച്ചാ തൊഴിലാളികൾ പറയുന്നത്. ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ കണിയാന്റെ പ്രസക്തി. മുഖ്യമന്ത്രിയുടെ ഉപദേശക സമിതിയിൽ ഒരു കണിയാൻ ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾക്കൊരു വ്യക്തത വന്നേനെ എന്ന്. കണിയാനില്ലെങ്കിലും കാര്യം നടക്കണമല്ലോ. കബഡിയൊന്നും നിർത്താതെ ഞാനൊന്ന് ഗണിച്ചു നോക്കാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അതിനു മുൻപേ ഒന്ന് പറയട്ടെ, കലക്കി അൻവറെ കലക്കി. PV അൻവറിന്റെ പല പ്രവർത്തികളെയും പല നിലപാടുകളെയും പരസ്യമായി തന്നെ എതിർത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള താങ്കളുടെ കുതിരകയറ്റത്തിനെതിരെ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട അൻവർ. എന്നാൽ അജിത് കുമാർ എന്ന കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും ഗജസാഡിസ്റ്റും ഫ്രോഡുമായ ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ ഇങ്ങനെ സമൂഹ മധ്യത്തിൽ തുറന്നു കാട്ടിയതിന് താങ്കൾക്ക് ഹൃദയത്തിൽ തൊട്ട ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട് അൻവറെ. പല കാര്യങ്ങളിൽ അല്ലെങ്കിലും ചില കാര്യങ്ങളിൽ താങ്കളായിരുന്നു അൻവറെ ശരിയെന്ന് പറയുന്നത്. കേരളത്തിൽ ക്രമസമാധാനം നടപ്പിൽ വരുത്തേണ്ട ADGP എന്ന ഇവൻ കേരളത്തിലെ ഏറ്റവും കൊടിയ ക്രിമിനൽ എന്ന് അൻവർ പറയുന്നു. സത്യമുണ്ട് അൻവറെ താങ്കൾ പറഞ്ഞാൽ. അത് മാത്രമാണോ? ഇതിലും വലിയ ആരോപണങ്ങൾ പിന്നെയും താങ്കൾ ഉന്നയിച്ചു. അജിത് കുമാർ മന്ത്രിമാരുടേതടക്കം പലരുടെയും ഫോൺ സംഭാഷണങ്ങൾ ചോർത്തുന്നുണ്ടെന്ന്. സോളാർ കേസ് അട്ടിമറിച്ചത് അജിത് കുമാറാണെന്നും അൻവർ പറയുന്നുണ്ട്. ആരോപണങ്ങളൊന്നും ചെറുതല്ലല്ലോ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി. വേറെ ഏതെങ്കിലും ഒരു വർഗീയ ഫാസിസ്റ്റ് ഭരണമുള്ള സംസ്ഥാനത്തായിരുന്നെങ്കിൽ ഒന്നുകിൽ ആരോപണം ഉന്നയിച്ച MLA അല്ലെങ്കിൽ ആരോപണ വിധേയനായ ADGP, അതുമല്ലെങ്കിൽ ADGPയെ നിയന്ത്രിക്കുന്ന ആഭ്യന്തരമന്ത്രി രാജിവെക്കേണ്ടി വന്നേനെ ഉറപ്പായിട്ടും. ഇതിപ്പോൾ മതേതര കേരളമായതിനാൽ പ്രതിപക്ഷത്തിന് പോലും ആരെങ്കിലും രാജിവെക്കണമെന്ന ഒരു അഭിപ്രായവും ഇല്ല. മതേതരത്വത്തിന് അങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ടല്ലേ? അതല്ലല്ലോ നമ്മുടെ വിഷയം. ഇപ്പോൾ ഈ വിഷയം ADGP അജിത് കുമാർ അല്ലേ? ആണ്. അൻവർ തുറന്നുവിട്ട ഭൂതത്തിനെ സർക്കാർ പിടിക്കുകയോ കെട്ടുകയോ കുടത്തിൽ അടയ്ക്കുകയോ ചെയ്യട്ടെ. അജിത് കുമാർ വീണ്ടും ADGP ആയി വാഴട്ടെ.
ഞാൻ നേരത്തെ പറഞ്ഞ കബഡിയിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ, കബഡിയിൽ ഒരു കബഡി എടുത്ത് ഞാനൊന്ന് നിർത്തി നോക്കട്ടെ. ADGP അജിത് കുമാറിന് എതിരെയുള്ള ഒരു പടപ്പാളയത്തിൽ തന്നെ ഒരുങ്ങുന്നുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അൻവറിന്റെ കൈവശമുള്ള വോയിസ് ക്ലിപ്പുകൾ എവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത്? പോലീസ് സേനയിൽ നിന്ന്. ഉറപ്പായിട്ടും പോലീസ് സേനയിൽ നിന്ന് തന്നെയാണ്. അതിനൊരു കാരണമുണ്ടാവുമല്ലോ. അതിന് ഒരു കാരണമല്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പല കാരണങ്ങളുണ്ട്. അജിത് കുമാറിന് കീഴിലുള്ളവർ തന്നെ പറയുന്നതാണ്. അവർ എന്നോട് പറയാതെ പറഞ്ഞതാണ്. അവർ പരസ്പരം പറയുന്നതല്ല. അവർ അതിരുവിട്ട് പുറത്തേക്ക് പറയുന്നതാണ്. അജിത് കുമാർ എന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഈ സാഡിസ്റ്റിന്റെ, ഈ ഭൂലോക ഫ്രോഡിന്റെ ചില ക്രൂരമായ തമാശകൾ, അഴിക്കുള്ളിലെ കള്ളന്മാരോട് പെരുമാറുന്നതിലും നീചമായി തൻ്റെ കീഴിലുള്ള സാധാരണ പാവപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ കാലവും നേരവും നോക്കാതെ അപമാനിക്കുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുന്ന ഈ ADGP എന്ന് പറയുന്ന യവൻ. SP റാങ്കിനു താഴെയുള്ള പോലീസുകാരോട് ADGP ഏമാൻ സംസാരിക്കാറ് പോലുമില്ല. സ്റ്റേഷനിലെ പോലീസ് നായ്ക്കൾക്ക് കൊടുക്കുന്ന പരിഗണന പോലും അജിത് കുമാർ എന്ന് പറയുന്ന ഇവൻ തൻ്റെ കീഴ് ജീവനക്കാർക്ക് കൊടുക്കാറില്ലെന്ന് പലരും ഇച്ചിരി ഉച്ചത്തിൽ തന്നെ വിളിച്ചു പറയുന്നുണ്ട് കേട്ടോ. ആ പറച്ചിലിന്റെ ബാക്കിയാണ് ഇപ്പോൾ അൻവറിന്റെ കൂടെ ജനവും കേരളവും കേൾക്കുന്നതിലേക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത്. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ അല്ലേ പ്രിയപ്പെട്ടവരെ? ഞാൻ അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞു വെക്കുകയാണ്. മുൻ DGP ആയിരുന്ന ബെഹ്റയെ കുറിച്ച് ഞാനൊരു വാർത്ത ചെയ്തിരുന്നു. ബെഹ്റ ഒരു പെണ്ണിന്റെ തോളത്ത് കൈയിട്ട് നിൽക്കുന്നു, അതും യൂണിഫോമിലാണ്. ബെഹ്റ പെണ്ണിന്റെ തോളത്ത് കൈയിട്ട് വെക്കുന്നതല്ല എൻ്റെ പ്രശ്നം. അതെ, പോലീസ് ഡ്രസ്സോട് കൂടി ബെഹ്റ ഒരു പെൺകുട്ടിയുടെ മേത്ത് കൈയിട്ട് നിൽക്കുന്നു. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഫോട്ടോയിൽ നിങ്ങൾ കാണണം, അയാളുടെ തൊപ്പിയിരിക്കുന്നത് ഈ പെൺകുട്ടിയുടെ തലയിലാണ്. അതെ, ബെഹ്റയുടെ പുന്നാര തേൻമൊഴി കേട്ട് എന്നെയും ഇവൻ കുറച്ചു നേരം കൊണ്ടുപോയി പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി. പക്ഷേ അറസ്റ്റ് ചെയ്തുകൊള്ളാതെ എന്നെ അകത്തേക്ക് ഇടാൻ ഇവർക്ക് സാധിച്ചില്ല. അതും 6 മണിക്കൂർ. ഡോക്ടർ നിർദ്ദേശിച്ചുള്ള മരുന്ന് പോലും ഈ ഏമാന്മാരൊന്നും എനിക്ക് നൽകുന്നതിൽ നിന്ന് വിലക്കി. അതിനുള്ള ഉപകാരം തേനായും തേൻകൂടായും ഏമാന് കിട്ടിക്കാണും. പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഓർത്തു പോയെന്ന് മാത്രം പ്രിയപ്പെട്ടവരെ, ഓർത്തപ്പോൾ പറഞ്ഞു പോയെന്ന് മാത്രം. അജിത് കുമാറിന്റെ പ്രവർത്തനത്തിന് കാരണങ്ങൾ പലതുണ്ട്. അത് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കും അറിയാം, സഹപ്രവർത്തകർക്ക് അറിയണമെന്ന് ADGPക്കും അറിയാം. ആ അറിവിൽ നിന്നും പൊട്ടിയൊഴുകി ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, അതാണ് അജിത് കുമാറിന്റെ പ്രശ്നം. പ്രിയപ്പെട്ട അജിത് കുമാറെ, നല്ലൊരു മനഃശാസ്ത്രജ്ഞനെ കണ്ടാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പോൾ ഇവിടെയുള്ളൂ. ഏതായാലും കഥ ഇവിടെ എത്തി നിൽക്കുകയാണ്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ചത്ത് പണ്ടാറമടങ്ങാൻ തുടങ്ങിയ നേരം ക്ലൈമാക്സ് ലിസ്റ്റുമായി ബംഗാളിൽ നിന്നും ശ്രീലേഖമിത്ര ഇറങ്ങിയ പോലെ ആരെങ്കിലും പറന്നിറങ്ങുമോ എന്ന് എനിക്കറിയില്ല. കൊടിവാളെടുത്തു തുള്ളുന്ന അൻവറിനെ മുഖ്യമന്ത്രി തളച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അജിത് കുമാർ അഗ്നിശുദ്ധി വരുത്തി ഇനി തിരിച്ചു വരുമോ? വന്നേക്കാം. അതോ വനവാസത്തിന് പോവുമോ? അറിയില്ല. P ശശിയുടെ നേരെ ചീറിപ്പാഞ്ഞു വരുന്ന വെടിയുണ്ടയെ ശശി നെഞ്ചു വിരിച്ച് നേരിടുമോ? നേരിട്ടേക്കാം. അതോ ഉണ്ട ശശിയുടെ നെഞ്ചു പിളർക്കുമോ? അറിയില്ല പ്രേക്ഷകരെ. ഏതായാലും കാത്തിരുന്ന് കാണാം. നന്ദി.